Okay guys, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അന്നോട്ടേഷൻ ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ അന്നോട്ടേഷൻ ടൂൾസിൽ ഫസ്റ്റ് നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ ലൈൻ ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ ടെക്സ്റ്റും ഒന്ന് മൾട്ടി ലൈൻ ടെക്സ്റ്റ്. അപ്പോൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റ് തന്നെയാണ് സിംഗിൾ ലൈൻ ടെക്സ്റ്റിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇനി സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ് ഓഫ് ദ ടെക്സ്റ്റ്. എവിടെയാണ് നമുക്ക് ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു സ്റ്റാർട്ട് പോയിൻ്റ് കൊടുക്കുക. ഇനി സ്പെസിഫൈ ഹൈറ്റ്, നമുക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ജസ്റ്റ് ആ ഒരു മൗസ് പോയിൻ്റർ മൂവ് ചെയ്ത് തന്നെ ഹൈറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഹൈറ്റ് കൊടുത്തു. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്, സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിൾ. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എനിക്ക് മതി. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ മൗസ് പോയിൻ്റർ ഞാനത് മൂവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു കഴ്സർ വരും. എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് വേണ്ട ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി ജസ്റ്റ് മൗസ് പോയിൻ്റ് ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എസ്കേപ്പ് പ്രസ് ചെയ്യാം. ഇനി ഈ ഒരു ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിന് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ഇതിന് നമുക്ക് ടെക്സ്റ്റ് സൈസ് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് വൺസ് സിംഗിൾ ലൈൻ ടെക്സ്റ്റിൽ എന്ത് ചെയ്യാൻ, നമ്മൾ ടെക്സ്റ്റ് ഹൈറ്റൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പിന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്കെയിൽ ചെയ്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് മൾട്ടി ലൈൻ ടെക്സ്റ്റാണ്. അപ്പോൾ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. MT ആണ് മൾട്ടി ലൈൻ ടെക്സ്റ്റിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. MT ജസ്റ്റ് എൻ്റർ കൊടുക്കും. ഇനി മൾട്ടി ലൈൻ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ബോക്സിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ആവശ്യമുള്ള റിക്വയർഡ് നെയിം ടൈപ്പ് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് റിക്വയർമെൻ്റ് ആണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ മൾട്ടി ലൈൻ ടെക്സ്റ്റിലൊരു പ്രത്യേകതയുണ്ട്. അതായത് വേർഡിൽ ഉള്ള എല്ലാ ഏകദേശം 90% ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ഓട്ടോകാഡിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ അത് നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റ് അതിൻ്റെ ഹൈറ്റ് എന്നല്ല, അതിൻ്റെ ബോൾഡ്, ഇറ്റാലിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബുള്ളറ്റ്സ് കൊടുക്കുന്ന ബുള്ളറ്റ്സ്, സിമ്പിൾസ്, ഇപ്പോൾ ഡയമീറ്ററിൻ്റെ സിമ്പിൾ വേണമെങ്കിൽ ഡയമീറ്റർ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വേർഡിലുള്ളതുപോലെ ഏകദേശം നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളല്ല. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ 100 ആയി കൊടുക്കണമെങ്കിൽ 100 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, 100 എൻ്റർ, എന്നിട്ട് പുറത്തൊരു ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൾട്ടി ലൈൻ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഹൈറ്റ് മാറ്റാനായിട്ടും എല്ലാം പറ്റും. അപ്പോൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിൽ ഓപ്ഷൻസ് അധികം ഇല്ല. ജസ്റ്റ് എന്താണ്, നമ്മൾ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ഓറിയൻറ്റേഷനും കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. മൾട്ടി ലൈൻ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡയമെൻഷൻസ് ആണ്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു സർക്കിൾ, പിന്നെ ഒരു ആർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ്, ഈ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡയമെൻഷൻസ്, അതായത് ഡിം ലീനിയർ. ഓക്കെ, ഡയമെൻഷൻസ് പോയാൽ മതി. ലീനിയർ എന്ന് പറയുന്ന ഡയമെൻഷൻ ജസ്റ്റ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എൻഡ് പോയിൻറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഡയമെൻഷൻസ് കാണാൻ പറ്റും, പക്ഷേ എന്താണ്, നമുക്ക് അതിൻ്റെ ലെങ്ത്, അതിൻ്റെ സൈസ് തീരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡിം സ്റ്റൈലിൽ പോകും. അപ്പോൾ ഡിം സ്റ്റൈലിൽ പോകാനായിട്ട് ജസ്റ്റ് അന്നോട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു പാനൽ ജസ്റ്റ് താഴോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡയമെൻഷൻ സ്റ്റൈലിൽ പോവുക, ഡിം സ്റ്റൈൽ. ഓക്കെ,
ഡയമെൻഷൻ സ്റ്റൈൽ. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡയമെൻഷൻ സ്റ്റൈലിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈ കൊടുക്കുക. ഓക്കെ, മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് സൈസ്, ഇപ്പോൾ ടെക്സ്റ്റ് ഹൈറ്റ് കിടക്കുന്നത് വളരെ കുറവാണ്, കണ്ടോ? ടെക്സ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 0.18 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു 5 ആയി കൊടുക്കാം. ഓക്കെ, 5 ജസ്റ്റ് ഓക്കെ, സെറ്റ് കറണ്ട്, ക്ലോസ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സൈസ് എന്ന് പറയുന്നത്, ആ ഒരു ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. 5 പോരാ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10 15 ആക്കുകയാണ്. വീണ്ടും ഡയമെൻഷൻ സ്റ്റൈലിൽ പോവുക. ഡയമെൻഷൻ സ്റ്റൈലിൽ പോയതിന് ശേഷം മോഡിഫൈ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഇപ്രാവശ്യം ഒരു 15 ആയി കൊടുക്കുകയാണ്. ഓക്കെ, 15 ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ, സെറ്റ് കറണ്ട്, ക്ലോസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ക്ലിയർലി വിസിബിളാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ആംഗിൾ മെഷർമെൻറ്റ്. അപ്പോൾ ജസ്റ്റ് ലീനിയർ അല്ല, ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ആംഗുലാർ അത് സെലക്ട് ചെയ്തതിന് ശേഷം 2 ലൈൻസ്, ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന 2 ലൈൻസ് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതിയാവും. അതിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ് അവർ ചെയ്യും. ഇനി റേഡിയസോ ഡയമീറ്ററോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. റേഡിയസ് ആണെങ്കിൽ റേഡിയസ് സെലക്ട് ചെയ്ത് ആ ഒരു സർക്കിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് കാണിക്കും. ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. ആ സർക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമീറ്റർ കാണിക്കും. ഓക്കെ, ഇനി ആർക്ക് ലെങ്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് ലെങ്ത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം ആർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് കിട്ടും. ഇത്രയാണ് ബേസിക്കായിട്ട് ഡയമെൻഷൻസിൽ പറയാനുള്ളത്. ഒരു കേസ് പറഞ്ഞിട്ടില്ല, അലൈൻഡ് ഡയമെൻഷൻസിലും നമുക്ക് എന്താണ് ഈ എൻഡ് പോയിൻറ്റ്സ് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അലൈൻഡായിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് കിട്ടും. ഓക്കെ, ബേസിക്കലി ഇതാണ് അന്നോട്ടേഷനിൽ വരുന്നത്. ഇനി അന്നോട്ടേഷനിൽ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറാണ്. അപ്പോൾ ലീഡർ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ലീഡറൊക്കെ നെയിമിങ് ചെയ്യാനാണ് ലീഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സർക്കിളിന് എ എന്ന് പറഞ്ഞ് നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഈ സർക്കിളിൻ്റെ ഒരു സർക്കംഫറൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ലീഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ എ എന്ന് നെയിം ചെയ്തു. ഓക്കെ, എ എന്ന് നെയിം ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ടെക്സ്റ്റ് ഹൈറ്റൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 15 എങ്കിലും കൊടുക്കുക. ഓക്കെ, 15 എൻ്റർ, ജസ്റ്റ് പുറത്തൊരു ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരു നെയിമിങ് അത് ചെയ്തു. അപ്പോൾ ഇതാണ് ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടേബിളാണ്. അപ്പോൾ ടേബിൾ, അപ്പോൾ നിങ്ങൾക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെജൻഡ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ടേബിളിൻ്റെ ആവശ്യം വരും. അപ്പോൾ ടേബിൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഡിസൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ കോളം വിഡ്ത്ത്, കോളം ഹൈറ്റ് അത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ആവും. ഇനി ടേബിൾ ക്രിയേറ്റ് ആയതിനു ശേഷം ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കോളത്തിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളത്തിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ടെക്സ്റ്റിൻ്റെ ഹൈറ്റും അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തോണം. 20 കൊടുക്കുകയാണ് ഞാൻ, 20 എൻ്റർ. ഓക്കെ, നെയിം കൊടുത്തു. ജസ്റ്റ് പുറത്തൊരു ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അന്നോട്ടേഷൻ ടൂൾസ് വരുന്നത്.